യു കെയിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തുള്ള GP പോയി GP ഫോം വാങ്ങി ഫില്ല് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇങ്ങനൊരു ഫോമാണ് കിട്ടുക. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം, മിസ്റ്റർ, മിസ്സിസ്, മിസ്. അത് കഴിഞ്ഞ് നെയിം, നമ്മുടെ കറൻറ്റ് UK അഡ്രസ്സ്, അതുപോലെ നമ്മുടെ സർനെയിം, ഫുൾ നെയിം, ദെൻ പ്രീവിയസ് സർനെയിം. നമ്മൾ മുമ്പ് പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ ആഡ് ചെയ്യാം. പിന്നെ മെയിൽ, ഫീമെയിൽ, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ യു കെയിൽ നമ്മൾ വന്നിട്ട് പ്രീവിയസ് ഫസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന അഡ്രസ്സിന് മുമ്പ് വേറെ ഏതെങ്കിലും അഡ്രസ്സിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ UK ഫുൾ അഡ്രസ്സ്, മുമ്പ് GP വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പ് GP രജിസ്റ്റർ ചെയ്ത അഡ്രസ്സ്, നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിൻ ആരാണെന്ന് വെച്ചാൽ അവരുടെ ഒരു സിഗ്നേച്ചർ വേണം, ഡേറ്റ് വേണം. പിന്നെ നമ്മുടെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ, ബ്രിട്ടീഷ്, അങ്ങനെ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് പേജ് വരുന്നത് ഇതുപോലെ തന്നെ ടൈറ്റിൽ കൊടുക്കാനുണ്ട്. മിസ്റ്റർ, മിസ് എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ കൊടുക്കാം. നമ്മുടെ നെയിം, ജെൻഡർ, അഡ്രസ്സ്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഹോം ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ആൻഡ് നെക്സ്റ്റ് ഓഫ് കിന്നിൻ്റെ പേര് അവിടെ കൊടുക്കാം. അവരുടെ ടെലിഫോൺ നമ്പർ അവിടെ നമുക്കവിടെ കൊടുക്കാം. പിന്നെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് കൺട്രി ഓഫ് ബർത്താണ്, നമ്മളെവിടെയാണ് ജനിച്ചത് അത് കൊടുക്കുക. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ അത് കൊടുക്കുക. ആയിട്ട് വരുന്നില്ല. നമ്മളൊരു കെയററാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കെയററാണെങ്കിൽ കെയററാണെന്ന് കൊടുക്കുക. നമുക്ക് ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഹിയറിങ് പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ. നമ്മളൊരു കെയററാണോ അതുപോലെ നമുക്കൊരു കെയററിന് നീഡുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കാം. നമ്മുടെ BRP നമ്പർ അത് കൊടുക്കുക. പ്രീവിയസ് അഡ്രസ്സ് ബിഫോർ മൂവിങ് ഇൻ ടു UK നമ്മുടെ നാട്ടിലെ അഡ്രസ്സാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആസ്മ, COPD അങ്ങനെ എന്തെങ്കിലും. ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും അലർജീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കറൻ്റ്ലി ഓൺ എനി മെഡിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളെന്തെങ്കിലും മെഡിസിൻസിന് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമുക്കവിടെ അലർജീസിൻ്റെ അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പേജ് വരുന്നത് നമ്മുടെ യു കെയിൽ നമുക്ക് എന്തെങ്കിലും സ്മോക്കിംഗ് ഹാബിറ്റ്സ്, നമുക്ക് മുമ്പ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നോ ഇല്ലയോ, നമ്മളത് ക്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ പെർ ഡേ എത്ര സിഗരറ്റ്സ് സ്മോക്ക് ചെയ്യും, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസാണ് അവിടെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഹൈറ്റ്, വെയ്റ്റ്, വേസ്റ്റ് സർക്കംഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഫോമിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ എസ്പെഷ്യലി വുമൺസിന് ഡു യു യൂസ് എനി കോൺട്രസെപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വുമൺസിനുള്ളതാണ്. അത് യൂസ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ പ്രഗ്നൻ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഫോമാണ്. അത് സ്റ്റുഡൻസിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ബോക്സാണ്. അതുപോലെ ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും ഫാർമസി നമുക്ക് ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫാർമസിയുടെ നെയിം അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പേജിലോട്ട് വരുമ്പോൾ വീണ്ടും നമ്മുടെ നെയിം, NI നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ടെലിഫോൺ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് പ്രൈവസി ക്വസ്റ്റ്യൻസാണ്. നമ്മളിതിനൊക്കെ അലോ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഡീറ്റെയിൽസ് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, വേറെ GPക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് ടിക്കിടാവുന്നതാണ്. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, നെയിം, ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്, ആ ഒരു പേജിൽ വരുന്നത്. നമ്മൾ ലാസ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് GPയുടെ കുറച്ച് പ്രൈവസി പോളിസീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഓൺലൈൻ സർവീസ്, എങ്ങനെയാണ് അതുപോലെ എങ്ങനെയാണ് GP അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ പേജിൽ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേജിൽ വന്നിട്ട്
വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കാനായിട്ട്. ഇമ്പോർട്ടൻറ്റ് പ്രിസ്ക്രൈബിങ് ഇൻഫോർമേഷൻ ഫോർ ന്യൂ പേഷ്യൻസിനുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോർഫിൻ അതുപോലുള്ള ഡ്രഗ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയിം, സിഗ്നേച്ചർ, ഡേറ്റ് ഓഫ് ബർത്ത്, എന്നാണോ നമ്മൾ ഇത് സൈൻ ഇടുന്നത് ആ ഡേറ്റ് അത് കൊടുക്കുക. അത്രയാണ് നമുക്ക് GP ഫോമിൽ ആകെ വരുന്നത് പൂരിപ്പിച്ച് കൊടുക്കാനായിട്ട്. NHSൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി GPനെ കാണാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ